ഒരു ഓണക്കാലത്തിന്റെ വരവറിയിക്കുകയാണ് വയനാടൻ അതിർത്തിയിലെ കർണാടക ഗ്രാമമായ ഗുണ്ടൽപേട്ട്. നോക്കെത്താ ദൂരം പരന്നു കിടക്കുന്ന പാടങ്ങളിൽ അങ്ങിങ്ങ് സൂര്യകാന്തിപ്പൂക്കൾ പൂത്തു നിൽക്കുന്നു. ജൂലൈയുടെ പകുതി മുതൽ ചെണ്ടുമല്ലിപ്പൂക്കളുടെയും സൂര്യകാന്തിയുടെയും വിസ്മയ കാഴ്ചകൾ നിറയുന്ന ഗ്രാമമായി ഗുണ്ടൽപേട്ട് മാറുകയാണ്. നേരത്തെ സൂര്യകാന്തിയുടെ കൃഷിയിറക്കിയ പാടമാണ് ഇപ്പോൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ഓണക്കാലമായപ്പോഴേക്കും ചെണ്ടുമല്ലിപ്പൂക്കളും വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുകയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിലൂടെ ദേശീയപാത വഴി വയനാട് അതിർത്തി കഴിഞ്ഞാൽ പിന്നെ 19 കിലോമീറ്റർ കർണാടകയിലെ ബന്ദിപ്പൂർ കടുവാ സങ്കേതമാണ്. അതുകഴിഞ്ഞാൽ ഗുണ്ടൽപേട്ട് ടൗൺ വരെ 15 കിലോമീറ്റർ ദേശീയപാതയ്ക്ക് ഇരുവശമുള്ള ഗ്രാമങ്ങളിൽ സൂര്യകാന്തിക്ക് പുറമെ ചെണ്ടുമല്ലിയും ജമന്തിയും നിറഞ്ഞ പാടങ്ങൾ കാണാം. 3 മാസത്തേക്കാണ് ഗ്രാമീണരുടെ പൂക്കൃഷി. വിത്തും വളവുമെല്ലാം വിവിധ കമ്പനികളാണ് നൽകുന്നത്. സൂര്യകാന്തി ഭക്ഷ്യ എണ്ണയ്ക്കും ചെണ്ടുമല്ലി പെയിന്റിനുമാണ് പ്രധാനമായും കയറ്റിപ്പോകുന്നത്. ഓണത്തിന് പൂക്കളമിടാൻ കേരളത്തിലേക്കും ചെണ്ടുമല്ലി പൂക്കളെത്തും. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ഇവിടം. പൂപ്പാടങ്ങളിൽ കയറി പൂക്കൾക്കിടയിൽ നിന്ന് ചിത്രങ്ങളും റീലുകളും എടുക്കാൻ കർഷകർ സഞ്ചാരികളിൽ നിന്നും ഒരു തുക തന്നെ ഫീസായി ഈടാക്കാറുമുണ്ട്. പൂക്കൾ പറിച്ചു വിൽക്കുന്നതിനേക്കാൾ വരുമാനം ദേശീയപാതയോരത്തുള്ള പാടങ്ങളിലെ കർഷകർക്ക് ഇതിലൂടെ ലഭിക്കും. Subscribe to One India and never miss an update.